ഇപ്പോഴുള്ള ചെറിയ അഹത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കേണ്ടതുണ്ട്. ഈശ്വരനാമത്തിൽ എനിക്കെന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു, എത്ര പേരുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞു, അവരുടെ ദുഃഖപൂർണ്ണ ജീവിതത്തിൽ പുഞ്ചിയുടെ പ്രകാശം പരത്താൻ കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ സ്വയം ആത്മപരിശോധന ചെയ്യണം. ആകാശത്തിനപ്പുറത്തൊരു സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കുന്നതല്ല ഈശ്വരൻ, എല്ലാവരും കുടികൊള്ളുന്ന എന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് നമ്മൾ ഈശ്വരൻ ഉണരുന്നത്. തോട് പൊട്ടാതെ വൃക്ഷം പുറത്ത് വരത്തില്ലല്ലോ. അഹങ്കാരമാണ് തോട് പൊട്ടണം. പിന്നെ വൃക്ഷമായി കഴിഞ്ഞാൽ വെട്ടുന്നവന് തണല് കൊടുക്കുന്നു, പഴം കൊടുക്കുന്നു, കുളിർമ കൊടുക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ അഭയമായ മാർഗം, കാരുണ്യപൂർണ്ണമായ പ്രവൃത്തികളിലൂടെയാണ് സ്നേഹത്തിൻ്റെ സന്ദേശം പരക്കുന്നത്. നമ്മൾ സന്തോഷിക്കുന്നതിനൊപ്പം മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുക. നമ്മളുടെ ഉള്ളിലെ പ്രകാശം കൊണ്ടുവരുമ്പം മറ്റുള്ളവർക്കും ആ പ്രകാശം കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിരിക്കുന്ന ദീപം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശത്തിൽ കൊണ്ട് നടന്നുപോകാൻ സാധിക്കും. മനുഷ്യരാശി ഉന്നതങ്ങളിലേക്ക് നയിച്ച എല്ലാ പ്രസ്ഥാനങ്ങളുടെയും തുടക്കം ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ മുളച്ച നന്മയുടെയും കാരുണ്യത്തിൻ്റെയും വിത്തിൽ നിന്നാണ്. ഉദാഹരണം, നമ്മളൊരു വലിയ കല്ല് ഒരു തടാകത്തിലേക്ക് ഇങ്ങനെ എറിയുക. ഞാൻ വലിയ ഓളം ഉണ്ടായി ഇങ്ങനെ അലതല്ലേ തരങ്ങളിലേക്ക് പോവുകയാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന നന്മയുടെ തരങ്ങൾ അതെല്ലായിടത്തേക്കും വ്യാപിക്കുമെന്നുള്ള. അതുകൊണ്ടാണ് അമ്മ പറയുക, പ്രപഞ്ചത്തിനൊരു താളമുണ്ട്, ഈ വിശ്വത്തിനും അതിലെ സകല ജീവിതം തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നെറ്റ്വർക്ക് പോലാണ് ഈ വിശ്വം. 4 പേര് ചേർന്ന് പിടിച്ചിരിക്കുന്ന മലയുടെ കോണിൽ ചലനമുണ്ടായാൽ ആ തരങ്ങൾ എല്ലായിടവും പ്രതിഫലിക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒറ്റയായോ കൂട്ടമായോ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾ ഈ വിശ്വമാകുന്ന മലയുടെ കോണിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ട ദ്വീപിൽ ഒരു ശൃംഖലയുടെ കണ്ണിയാണ്. അവരും മാറി നമ്മൾ മാറാൻ നടന്നിരിക്കില്ല. അവർ മാറിയാൽ നമ്മൾ മാറിയാൽ മറ്റുള്ളവർക്കും മാറാൻ ഹൃദയം തുറന്നവരാണ് മാറാൻ സാധിക്കുക. ഒരു വിത്ത് വൃക്ഷത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ് കിടക്കുകയാണ്. പിന്നെ മഞ്ഞ് പെയ്യുന്നവർ മഞ്ഞ് മൂടി കിടക്കുക പറയുന്നതാണ് മഞ്ഞ് പെയ്യുന്നത്. ആ മഞ്ഞ് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വിത്ത് മുളയ്ക്കും. ഉദാഹരണത്തിന് അക്കരയിൽ നമ്മൾ രുദ്രാക്ഷം തൈൽ അതിട്ടിട്ട് കിളിക്കുന്നില്ല. ഞാൻ ഓർക്കാൻ 400 വൃക്ഷം എന്നാണ് പറഞ്ഞത്, അപ്പോൾ 300 ഉള്ളു. അപ്പം ഇതിൽ വിത്തിട്ടിട്ട് കിളിച്ചില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട്. ഇനി എന്ത് ചെയ്യണം? അപ്പോൾ പിന്നെ ഒരു ദിവസം അമേരിക്ക ഇപ്പോൾ ഇവിടെ നിന്ന് വിളിച്ച് പറയുകയാണ്, അമ്മ നമ്മൾ നട്ടതുമില്ല ഒന്നും ചെയ്തില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ 100 തൈ തന്നെ പൊട്ടിമുളച്ച് കിളുത്ത് നിൽക്കുന്നത് കാരണം അത് വീണ്ടും മണ്ണിനടിയിൽ പോയി കിടന്ന് തന്നെ അവിടെ നിന്ന് പൊട്ടിമുളച്ച് വന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ. അതുപോലെ വിത്ത് വീണിടാനും പുറത്ത് മഞ്ഞ് വീണെന്നിരിക്കട്ടെ, മഞ്ഞ് മാറുമ്പോൾ മഞ്ഞുകാലം അറിയാം, എന്നാലും ആ വിത്ത് മുളച്ച് പൊട്ടിമുളയ്ക്കാറുണ്ട്. അതുപോലെ നല്ല കർമ്മങ്ങൾ മഞ്ഞിനടിയിൽ വിത്ത് പോലെ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും നല്ല ചിന്തയും പൊട്ടിമുളച്ച് അനേകമടങ്ങായി ഫലം നൽകുക തന്നെ ചെയ്യും. പ്രശസ്തിക്കോ അംഗീകാരത്തിനോ വേണ്ടി ആകരുത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെന്ന് പഴയ കാലങ്ങളിൽ പറയാറുണ്ട്. വലത് ചെയ്യുന്ന ഇടത് അറിയരുത് എന്ന് പറയും. ഈ പഴയ കാലത്ത് കുറേ ജാതിയോ പല ജാതിയുടെ ദാനം ആരും വാങ്ങാറില്ല. അങ്ങോട്ട് അവർക്ക് കൊടുക്കും, ഇങ്ങോട്ട് വാങ്ങാറില്ല. അവർക്ക് ജോലിക്കൊന്നും പുറത്തെ ആൾക്കാരെടുക്കില്ലല്ലോ ആ കാലത്ത്. അപ്പം അവർ കാട്ടിൽ ഇരുന്നെന്തെങ്കിലും ചെയ്യും. മുറം ചെയ്യുന്നവരുണ്ട്, കൊട്ട നെയ്യുന്നവരുണ്ട്, അങ്ങനെയുള്ള ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മഹാത്മാവുണ്ടായിരുന്നു, അദ്ദേഹം പറയ ജാതിപ്പെട്ടാണ്. അദ്ദേഹം അധ്വാനിച്ച് ജീവിക്കുള്ളൂ. ദിവസം ഇത്ര മുറം ചെയ്യും, കാട്ടിലിരുന്ന് മുറം ഉണ്ടാക്കിയിട്ട് ഗ്രാമത്തിൽ അത് വിൽക്കുന്ന രീതിയിൽ വരും. 10 മുറം കൊണ്ടുവരും. ഒരു വീട്ടിൽ കൊണ്ടുവന്നിട്ട് മുറത്തിന് എന്ത് വിലയാന്ന് ചോദിക്കും. മുറത്തിൻ്റെ വിലയുടെ 10 ഇരട്ടി അങ്ങ് പറയും. അപ്പോൾ ഈ മുറം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയി, ഇത്ര വിലയൊന്നും മുറത്തിനില്ല എന്ന് പറയും. ഞാൻ തന്ന 9 മുറം തിരിച്ചു വരാൻ പറയും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇത് 10 മുറമാണല്ലോ തന്നത്, 9 മുറമല്ലേ ഇയാൾ ചോദിച്ചോളൂ. ഒരു മുറം എടുത്ത് വിളിച്ച് വെച്ചിട്ട് 9 മുറം തിരിച്ചു കൊടുക്കും. അടുത്ത വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഇതുപോലെ തന്നെ വില ചോദിക്കും മുറം കൊണ്ടേ. അപ്പോൾ ഞങ്ങൾക്ക് മുറം വേണ്ട പറയും. ഇത് ഞാൻ തന്ന 8 മുറം തിരിച്ചു വരാമെന്ന് പറയും. അപ്പോൾ ഇത് അറിയുന്നില്ലല്ലോ, 9 മുറം തന്ന് അറിയാത്ത അങ്ങ് ഒരെണ്ണം എടുക്കാം, 8 മുറം തിരിച്ചു കൊടുക്കും.
അങ്ങനെ 9 സ്ഥലത്തും പുള്ളി കൊണ്ടുപോയിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു. അവസാനം ഒരു മുറത്തിന് എൻ്റെ ഒറിജിനൽ വില തന്നെ മേടിച്ച് ഇട്ട് ഈ 9 മുറവും അദ്ദേഹം ദാനം ചെയ്തു. ഇത് മഹാത്മാവായതുകൊണ്ട് ഇദ്ദേഹം വെറുതെ ഇരുന്നില്ല. മഹാത്മാവാണ്, താൻ അധ്വാനിച്ച് ജീവിക്കണം, ആരുടെയും മേടിക്കരുത്. പക്ഷെ ദാനം ചെയ്യാൻ ഇതിന് ആഗ്രഹമുണ്ട്, താൻ പ്രയത്നിച്ച് മറ്റുള്ളവർ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ രീതിയിലാണ് അദ്ദേഹം ദാനം ചെയ്തത്. കാരണം അവരും അറിയരുത്, താനും അറിയരുത്. ആ ഒരു രീതിയിലാണ് ദാനം പറയുന്നത്. കാരുണ്യത്തോട് കൊടുക്കുമ്പം നമുക്ക് ആ ഒരു ഭാവം ഉണ്ടാകും. എപ്പോഴും നമ്മുടെ അമ്മ, പ്രസവിച്ച അമ്മ ഭക്ഷണം വെന്താൽ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾക്ക് വിളമ്പി തരത്തുള്ളൂ. നേരം വിളമ്പി തരത്തില്ല. ആരെങ്കിലും വന്നാലോ ഭക്ഷണം ഇല്ലാണ്ടാകരുത് അവർക്ക് കൊടുക്കാൻ. പിന്നെ അഥവാ അവന് വിളമ്പി തന്നാൽ ഒരു പാത്രത്തിൽ കുറച്ച് വിളമ്പി മാറ്റി വയ്ക്കും. ആരെങ്കിലും വന്നാൽ പട്ടിണിയായിട്ട് പോകരുത്. അങ്ങനെയാണ് ചെയ്യുന്നത്. എപ്പോഴും ഭക്ഷണം വേകുമ്പോൾ മക്കൾക്ക് കൊടുക്കാനുള്ള അപ്പുറം തിന്നാനുള്ള വെപ്രാളമല്ല, മറ്റുള്ളവരെയാണ് എപ്പോഴും ഓർക്കുന്നത്. അന്നന്ന് ജോലിക്ക് പോയി കിട്ടിയാണ് ഇവിടെ ഞങ്ങൾ കൂടുതൽ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നത്. അപ്പോൾ അടുത്ത വീട്ടുകാരും തിരിച്ചു വെള്ളം അടുത്തില്ല. അപ്പോൾ അന്ന് 10-12 കുട്ടികൾക്ക് ഒരു വീട്ടിലുള്ള കൂട്ടുകുടുംബമാണ്. പിന്നെ കുറേ പേരാണ്. അപ്പോൾ ഏറ്റവും ഇളയ വെച്ച് കേൾക്കെങ്കിലും 2, 3, 4, 5 പേർക്ക് പോലും അമ്മ വിളമ്പി പാത്രത്തിൽ ഇത് അടുത്ത വീട്ടിൽ കൊണ്ട് കൊടുക്കുമെന്ന് പറയും. അവിടെ വെള്ളം അടുത്തില്ല, ഇതുകൊണ്ട് അവർക്ക് കൊടുക്കൂ, കുഞ്ഞുങ്ങൾ വിശന്നിടയ്ക്ക്. ആദ്യം അതാണ് ഓർക്കുന്നത് പഴയ കാലത്ത്.